അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സീനത്തിൻ്റെ വീട്ടിൽ ആകപ്പാടെ ഒരു മൗനമാണ് ഇപ്പോൾ. കാര്യം മറ്റൊന്നുമല്ല, അന്ന് രാത്രിയായിട്ടും നമ്മുടെ ഷാഹുലിനെ കാണുന്നില്ല. ഉമ്മയും ഉപ്പയും പരിഭ്രമിച്ചു. പഠിച്ചവനെ, എൻ്റെ കുട്ടി ഇതെവിടെ പോയി റബ്ബേ? ഞങ്ങൾക്കുള്ള ആകെ ഒരു തണിയാണ് എൻ്റെ കുട്ടി, ഇതെവിടെ പോയി റബ്ബേ? എന്നാൽ ഉമ്മ കരയുമ്പോൾ ഉപ്പ സമാധാനിപ്പിച്ചു. നീ കരയല്ലേ, ഓൻ വരും, എന്തെങ്കിലും അർജൻറ്റ് വർക്കും കാര്യം ഉണ്ടാവും. ഇപ്പോൾ ഈ പെരുന്നാളും ഒക്കെ കൂടി ആയിട്ട് പലർക്കും വേഗം കുടിയിരിക്കാനുള്ള റബീഉൽ അവ്വലൊക്കെ വരികയല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വിഷമിക്കല്ലേ ഇക്ക, ഈ നേരമാകുമ്പോൾ എൻ്റെ കുട്ടി വരും. അവനൊരു ദുശ്ശീലം ഇല്ലാത്ത കുട്ടിയാണ് എൻ്റെ മോനെ ഷാഹുല്. അവൻക്ക് വേണ്ടാത്ത ഒരു പ്രവൃത്തി അവൻ ഇല്ല, ചീത്ത കൂട്ടുകെട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ കുട്ടിയെ? ഈ വിഷമിക്കല്ലേ ഓൻ വന്നോളൂ. ഇക്ക ഒന്ന് വിളിച്ചു നോക്കി. എന്നാൽ ഫോൺ വിളിച്ചിട്ട് ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അതായിരുന്നു ഉപ്പ അത് ഉമ്മയിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ ഈ സമയം സീനത്ത് എങ്ങനെയുണ്ട്? ഇന്ന് നിങ്ങൾ വലിയത് പറഞ്ഞിരുന്നു, ഇപ്പം നിങ്ങളെ മോനെവിടെ? ആരുടെയും കൂടെയൊക്കെ പോയിട്ടുണ്ടാവേ. നിങ്ങളെ മോൻ എത്ര ദുശ്ശീലം ചെയ്യുന്നില്ല എന്ന് ആരും കണ്ടു? മോളെ, ഈ ഒരു സമയത്ത് നീ അത് പറയല്ലേ. നിന്നെ കാണാനായിട്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചതാണ്. ഇനി അവനെ കൂടെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞാലേ എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നും പറയല്ല ഒരിക്കലും. പടച്ച റബ്ബെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എൻ്റെ കുട്ടി എവിടെയാണാവോ? എന്നാൽ അന്ന് പാതിരാത്രിയായിട്ടും ഷാഹുൽ എത്തിയില്ല. ഉപ്പ പുറത്തേക്ക് ഇറങ്ങി നോക്കി. എല്ലാവരോടും ഒന്ന് അന്വേഷിച്ചു. ഇല്ല, ആരും കണ്ടതായിട്ട് ഇല്ല. എന്നാൽ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ഒരു വാഹനം കടന്നു വരുന്നു. ശരിക്കും ഉപ്പ ഞെട്ടിപ്പോയി. ആരാ ഈ വാഹനത്തിൽ? എന്നാൽ ഒരു ജീപ്പിൽ 2 പേർ ചേർന്ന് അവനെ അത് താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നു. കൈകളിലും കാലുകളിലും തലയിലും കെട്ട്. എന്നാൽ ഉപ്പ, നിങ്ങൾ വിഷമിക്കണ്ട, അതെ ഓന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. ആക്സിഡൻറ്റോ? എൻ്റെ കുട്ടിക്കോ? മോനെ, എന്താടാ പറ്റിയത്? വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലല്ലോ. ഉപ്പ, ഒന്നുമില്ല, സുഖിക്കോളും എന്ന് പറഞ്ഞു. എന്നാൽ അവർ തന്നെ അതാ, അവർ 2 പേരും അവനെ അകത്തേക്ക് കൊണ്ടുവന്നു, ബെഡിൽ കിടത്തി. എന്നാൽ ആ ഒരു ദയനീയമായ കാഴ്ച കണ്ടപ്പോൾ ഉമ്മയും ഉപ്പയും കരഞ്ഞു പോയി. സീനത്തിന് അല്പം ചിരിയാണ് വന്നത്. ഓ, എന്തായാലും കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അതെ, മോള് മാത്രല്ല മോശക്കാരി, മോനും കൂടി മോശക്കാരനാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം. എടി, ഓൻ ആക്സിഡൻറ്റ് പറ്റി വന്നതാണ്, അല്ലാതെ എന്തായാലും വേണ്ടില്ല, കുറച്ച് നോക്കിക്കോളി, ഇന്നെ നോക്കുന്ന കൂട്ടത്തിൽ. എന്നാൽ അത്രക്കും ദുഷ്ടയായ ഒരു സ്വഭാവമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. സീനത്തിന് എന്തെന്നറിയില്ല, ആങ്ങളയോടൊരു ദയ പോലും തോന്നിയില്ല. പക്ഷേ പാവം ആങ്ങളക്കാണെങ്കിൽ സീനത്തിൻ്റെ കാര്യത്തിൽ നല്ല ടെൻഷനായിരുന്നു. അവൾ പോയപ്പോഴും അവളെ കാണാനില്ലാതായപ്പോഴും അവൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും അവന് ഭയങ്കര വിഷമമായിരുന്നു. കാര്യം അവനാണ് അവളെ നോക്കി വളർത്തിയത്. പക്ഷേ ആങ്ങളൊക്കെ പറ്റിയിട്ട് അവൾക്കൊരു കൂസലും ഇല്ലാത്ത പോലെ അവൾ ചിരിച്ചുകൊണ്ട്, എന്താ ഇക്കാക്ക, എന്തു പറ്റി? ആക്സിഡൻറ്റോ അതോ അടി കഴിഞ്ഞതോ? എന്നാൽ അവൻ ഒന്നും മിണ്ടിയില്ല. എന്നാൽ ഉമ്മ ഓടി വന്നു, മോനെ, എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? കൂടെ വന്നവർ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞ് പോവുകയും ചെയ്തു. മരുന്നും ഗുളികയും എല്ലാം ഉണ്ട്. ഉമ്മാൻ്റെ കുട്ടിക്ക് ഉമ്മ കുറച്ച് ചോറ് വാരിത്തട്ടെ? ഓ ഉമ്മ, വേണ്ട. എന്തെൻ്റെ കുട്ടീൻ്റെ ചുണ്ടും ചിരയൊക്കെ ആകെ വീങ്ങിക്കണല്ലോ, പൊട്ടിക്കണല്ലോ. എന്താ പറ്റിയത് മോനെ? ഉമ്മ, ഇപ്പോൾ ഒന്നും വേണ്ട, ഉറങ്ങട്ടെ. അതെ, അവന് സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. പഠിച്ചോൻ, എൻ്റെ കുട്ടിക്ക് എവിടെ നിന്നാണ് ആക്സിഡൻറ്റ് പറ്റിയത്? എന്താ പറ്റിയത് റബ്ബേ? ഒരു ബുള്ളറ്റുമായാണ് അവൻ പോയത്. അത് എന്താ ഏതോ ഒന്നും ചോദിക്കാൻ നേരം കിട്ടിയില്ല. അവർ തിരിച്ചു പോവുകയും ചെയ്തു. എന്താ ഏതാ? ഉമ്മ, ഒന്നുമില്ല. എടി, ഓനെ പറഞ്ഞ് വിഷമിപ്പിക്കല്ലേ എൻ്റെ കുട്ടിയെ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിക്കണല്ലോ, അൽഹംദുലില്ലാ. പൊന്നു മോനെ, ആ ഉപ്പാക്ക് കണ്ണീരടക്കാൻ കഴിയുന്നില്ലായിരുന്നു. പൊന്നു മോനെ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? വാപ്പാ, ഒന്നുമില്ല. എന്നെ കുട്ടി ഉറങ്ങിക്കോട്ടോ നല്ല രീതിയിൽ. അങ്ങനെ അതാ ആ പിതാവും മാതാവും വളരെയധികം സങ്കടപ്പെടുന്നു തൻ്റെ മകൻ്റെ ദയനീയമായ അവസ്ഥയോർത്ത്.
എന്താ പറ്റിയത്? കയ്യിനും കാലിനും ചുണ്ടിനും ചെറുക്കും ഒക്കെ തലയിലൊക്കെ നല്ല പരിക്കുണ്ട്. എല്ലായിടത്തും കെട്ടിയും ചെയ്തിട്ടുണ്ട്. പഠിച്ചോനെ, മോൻ്റെ കുട്ടീൻ്റെ ബൈക്ക് എന്താ മറിഞ്ഞോ? ഏ ഉമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. അതെ, അവൻ എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷേ പറയാൻ അവന് കഴിയുന്നില്ല. സാരല്ല, ഉമ്മാൻ്റെ കുട്ടി ഉറങ്ങിക്കോളിട്ടോ. എന്നാൽ ഈ സമയം അതാ നൂറയുടെ വീട്ടിൽ അന്ന് ബാപ്പ വന്ന് അവളെ വാതിൽ തുറന്നു വിട്ടു. ഉമ്മാക്കും വല്ലാത്ത സങ്കടം. അതെ, മോളെങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. നമ്മളെ മോളെങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു പെൺകുട്ടി ഉണ്ടാണെന്ന് ആഗ്രഹിച്ചതാണ് ഒരുപാട്. നിങ്ങൾ ദയവായി എൻ്റെ കുട്ടീനെ അങ്ങനെ ചെയ്യല്ലേ. പിന്നെ എന്താണ് ഞാൻ വേണ്ടത്? ഞാൻ എന്താ വേണ്ടത്? അതിനൊക്കെ നിങ്ങൾ കാട്ടുന്ന തോണീസത്തിനൊക്കെ ഞാൻ കൂട്ടിക്കേ. നിങ്ങൾ ദയവായി നമ്മളെ മോളൊന്നും ചെയ്തിട്ടില്ല, ഒരു കുറ്റവും തെറ്റും ചെയ്തിട്ടില്ല. എന്നും ഹിജാബ് ധരിച്ചായിരുന്നു അവൾ സ്കൂളിലേക്ക് പോയിരുന്നു. അയിമലാണ് കള്ളത്തരം. അതിൽ കള്ളത്തരം ഉണ്ടാവും, വേറെ ആരും കാണൂലല്ലോ. എന്നാലും അവൾക്ക് കാണണ്ടോലെ കാണും ചെയ്യില്ലെങ്കിൽ കറങ്ങും ചെയ്യാം. അതെ, ദയവായി നിങ്ങൾ ഈ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊന്നും പറയല്ലേ കേട്ടോ. പൊന്നും മോളെക്കുറിച്ച് അങ്ങനെ പറയല്ലേ. നമ്മൾ ദുആ ചെയ്യല്ലേ വേണ്ടത്. ദുആ ഒക്കെ ചെയ്യാം. ഇതുപോലത്തെ ലക്ഷണം കെട്ട് ഒന്നു മതി കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാൻ. ശരിക്കും നൂറയുടെ ബാപ്പ അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അതെ, ദയവായി നിങ്ങൾ പൊന്നു മുളഞ്ഞ് ഉപദ്രവിക്കല്ലേ. പിന്നെ നിശ്ചയത്തിൻ്റെ ആൾക്കാർ നാളെ വരും. അത് കേട്ടതും ശരിക്കും ഉമ്മ പറഞ്ഞു, അതെ അവിടെ നിൽക്കി. എന്തോടി? നിങ്ങൾ മോളുടെ ഇഷ്ടമില്ലാതെ നിശ്ചയം നിക്കാഹ് നടത്തിയിട്ട് അവളുടെ സന്തോഷം നോക്കണ്ടേ ഞമ്മക്ക്? അവളുടെ സന്തോഷവും അവളുടെ ഇഷ്ടവും നോക്കാതെ ഈ ഒരു വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. എടീ എന്ന് പറഞ്ഞ് നൂറയുടെ ഉമ്മയുടെ മുടിക്കെട്ടിന് പിടിച്ച് അതാ ചുവരിലേക്ക് തള്ളുന്നു. അതേ, എൻ്റെ മോളല്ല, എൻ്റെ മോളാണ് നൂറ. ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുള്ളൂ. ഈ ഓരോന്ന് പറയേണ്ടി വിചാരിച്ചു കണ്ടേ ഒരിക്കൽ പോലും ഞാൻ ഇന്ന് പിന്മാറില്ല. ഈ നോക്കിക്കോ. അതെ, നിങ്ങൾക്ക് കുറച്ച് സ്വത്തും മുതലും സമ്പത്തൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ടാണോ നിങ്ങൾ ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? ദേ, ഇന്നെ ചോദ്യം ചെയ്യാൻ നീ ആയിട്ടില്ല, അങ്ങോട്ട് പുറത്ത് പൊടി എന്ന് പറഞ്ഞ് വീണ്ടും ശക്തമായി അതാ അവളെ എതിർക്കുന്നു. അതെ, നിശ്ചയത്തിന് നാളെ വരണ്ടെന്ന് പറയണം. എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത നിശ്ചയം എന്തെങ്കിലുമൊക്കെ കാട്ടിയാലോള്. അങ്ങനെയാണെങ്കിൽ ഓളാണ് ചെയ്യട്ടെ. എന്താന്നില്ലേ, എന്നാലും ഞാൻ എൻ്റെ മാനം കളയില്ല. നീ നോക്കിക്കോ. ഈ ആൾക്കാരുടെ ഇടയിലൊക്കെ മാനം കെടുത്താനാണല്ലേ എൻ്റെ പുറപ്പാട്. ഒരിക്കലും ഇല്ലേക്ക, നിങ്ങൾ അങ്ങനെ പറയല്ലേ. നമ്മളെ മോളുടെ സമ്മതത്തിന് മാത്രം. സമ്മതം? അതെ, ആ എരണം കെട്ട കൂലിപ്പണിക്കാരൻ ചെക്കനാണ് ഓളെ മനസ്സിലുള്ളത്. എന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കേട്ട് കൂടെ കറങ്ങാൻ പോയി അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഓന് കൊടുക്കാനുള്ളത് കണ്ട് കൊടുത്തിക്കണ്. എന്ത് എന്ത് നിങ്ങൾ പറഞ്ഞത്? കണക്കിന് കൊടുത്തിക്കണ്. ഇനിയും കയ്യും കാലും ഒടിഞ്ഞവിടെ കിടക്കുക. ഇനി നീച്ചൂലോനെ. ഇനി കുറച്ചവിടെ കിടക്കട്ടെ. പെൺകുട്ടികളെങ്ങനെ ഓരോന്ന് പാട്ടിലാക്കാൻ ഓരോന്നുകൊണ്ട് ഇറങ്ങിക്കോളും. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. ഇക്ക, നിങ്ങളെന്ത് സത്യം പറയും, എന്താ ചെയ്തത്? ഞാൻ പറയണ്ട. ഞാൻ ഒരു വാക്കാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യുന്നു വേണ്ട. അതവിടെ അങ്ങോട്ട് നടപ്പിലേക്കോളും. സത്യം പറഞ്ഞാൽ നൂറയുടെ ഉമ്മാക്ക് വല്ലാത്ത വിഷമം. എന്നാൽ അത് നൂറ കേൾക്കുന്നു. പഠിച്ചോനെ, പാവം ആ സാധുവായ മനുഷ്യൻ. എന്താ റബ്ബേ അതിനെ ചെയ്തത് പഠിച്ചോനെ? അവൾ അതാ വാതിൽ തുറന്ന് ഇറങ്ങി വന്നു. ബാപ്പാ. എന്താടി? അകത്ത് പോടി. ബാപ്പാ, നിങ്ങൾ എന്താ ഓന് ചെയ്തത്? ഓനെൻ്റെ ആരാടി? ബാപ്പാ, പാവമാണ്. അദ്ദേഹം ഒന്നും എന്നോട് വേണ്ടാത്ത ചെയ്തിട്ടില്ല. എന്നിട്ടപ്പോൾ നിന്നെ ഫോണിലേക്ക് മെസ്സേജും വിളിയും കോളും എന്തൊക്കെയായിരുന്നു? ഇല്ല പാപ്പ, അത് അകത്ത് കയറി പോടി. അതാ നിനക്ക് നല്ലത്. ബാപ്പ, ഉപദ്രവിക്കരുത് ദയവായി. പാവാണ്, ഒന്നും ചെയ്യരുത്. നീ എന്ത് ഉപദ്രവിക്കാൻ? ഓനെ കിട്ടാനുള്ള കിട്ടിയിരിക്കണം. ഞാൻ എൻ്റെ പിന്നാലെ വരുന്ന എനിക്കൊന്ന് കാണണം. എന്നാൽ അതാ വേദനയും സങ്കടവും വിഷമവും അവൾ ഉള്ളിൽ ഒതുക്കുന്നു. പക്ഷേ എങ്ങനെയെങ്കിലും അവനെ കാണണം, മാപ്പ് പറയണം. പാവമാണ്, അവൻ എന്നോട് പറഞ്ഞതാണ്. നീ സമ്മതിച്ചോ നൂറ? പുതിയ വിവാഹത്തിന് സമ്മതിച്ചോളൂ എന്നുള്ളത്. എന്നെ കാക്കണ്ട എന്ന്. ഒരിക്കലും നമ്മൾ തമ്മിൽ ചേരില്ല പറഞ്ഞു. പക്ഷെ ഞാനായിട്ടാണ് വീണ്ടും അത് പറഞ്ഞത്. എനിക്ക് മാപ്പ് പറയണം. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഷാഹുൽ വളരെയധികം ദയനീയമായ അവസ്ഥയിലാണ്. കൈകാലുകൾ അനക്കാൻ കഴിയുന്നില്ല, തലയൊന്നനക്കുവാനോ മിണ്ടുവാനോ കഴിയുന്നില്ല.
നല്ല രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു വാശി കൂടി. അതെ, അവൾക്ക് വേണ്ടിയിട്ടാണ്, അവളെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയധികം തല്ലുകൊണ്ടത്. എന്നാൽ നൂറ, ഇനി ഞാൻ നിന്നെ വിട്ടുകൊടുക്കൂല. ഇത്രയധികം നിനക്ക് വേണ്ടി ഞാൻ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കും ഒരു വാശിയുണ്ട്. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴാണ് ഒരു പക ഉയർന്നത്. അതുവരെയും ഇല്ലാത്തൊരു പക. നല്ല രീതിയിൽ മാനമര്യാദ രീതിയിൽ നല്ല രീതിയിൽ നിക്കാഹ് നടത്തി അവളെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ എന്താ ഇത്ര തെറ്റ്? പണമാണോ അവരുടെ പ്രശ്നം? പണം ഉണ്ടാക്കാനേ എനിക്കറിയാഞ്ഞിട്ടല്ല. ഉമ്മയും ഉപ്പയും വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഈ വീട്ടിലും ഈ നാട്ടിലുള്ള ഈ ജോലികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അല്ലാതെ എനിക്ക് ഗൾഫിൽ പോകുവാനോ പണം ഉണ്ടാക്കാനോ അറിയാനിട്ടല്ല. ഇത്ര മതി എന്ന് കരുതിയിട്ട് തന്നെ. കാരണം പെങ്ങളുടെ ജീവിതം അത് അത്രക്കും ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചുലച്ചിരുന്നു. അതുകൊണ്ടാണ് റബ്ബേ അങ്ങനെ. എന്നാൽ അവൻക്ക് കുറച്ച് വാശിയും ദേഷ്യവും കൂടുന്നു. എൻ്റെ നൂറെ ഞാൻ കൈ പിടിച്ചു കൊണ്ടുവരും എന്ന് തന്നെ അവൻ്റെ മനസ്സിൽ. അവൻ വിങ്ങിപ്പൊട്ടുന്നത് കണ്ട് ഉമ്മ വന്ന് നോക്കി. മോനെ, എന്താ എൻ്റെ കുട്ടി ഇങ്ങനെ കരയുന്നത്? എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? ഉമ്മ, കിട്ടാനുള്ളത് കിട്ടണമല്ലോ. അപ്പോഴാണല്ലോ നമ്മുടെ മനസ്സിനുള്ളിലെ ചില ശക്തികളോടന്നെ. മോൻ എന്തൊക്കെയാണ് പറയുന്നത് ഉമ്മ? അതെ, ഇവിടെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ തറവാട്ടിൽ പിറന്ന പെൺകുട്ടികളെ പഴപ്പിക്കാൻ നടക്കുകയാണ് നിങ്ങളെ മോനെന്നൊക്കെ അല്ലേ? ഉമ്മ, ഇനി ആ പെണ്ണിനെ ഞങ്ങൾ കൊണ്ടിരുന്നിട്ടേ കാര്യമുള്ളൂ. മോനെ, എടാ, എൻ്റെ കുട്ടി എന്തീ പറഞ്ഞത്? അതെ ഉമ്മ, അവളുടെ ആൾക്കാർ, അവളുടെ ബാപ്പാൻ്റെ ആൾക്കാരാണ് എന്നെ ഈ രീതിയിൽ. ഞാൻ ബൈക്കിൽ പോവായിരുന്നു മോനെ. അതെ, ബൈക്കുമായി അവരെ ലോറിയുമായി വന്ന് ആദ്യം ബൈക്ക് ഇടിച്ചങ്ങ് തള്ളിയിട്ടു. എൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് പിന്നെ അപ്പുറം വഴി ബൈപ്പാസ് വഴി വന്നു. എന്നിട്ട് ഞാനങ്ങ് വീണതോട് കൂടി 3-4 പേര് അതിൽ നിന്ന് ഇറങ്ങി ഉമ്മ. എന്നെ ഒരുപാട് തല്ലി ചതച്ചുമ്മ. അതാണ് പിന്നെ എൻ്റെ 2 കൂട്ടുകാരൻ എന്നെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പറ്റിയോ? ഉമ്മ, ഇനി ഷാഹുലിന് വാശി കൂടി. ഇതുവരെ ഉമ്മ ഞാൻ പറഞ്ഞത് അവളോട് പറഞ്ഞിരുന്നു ഉമ്മ. അതെ, അവളെ കല്യാണമാണ്. എൻ്റെ പൊന്നാര മോൻ എന്തിനാണ് ഓലൊക്കെ ഇഷ്ടപ്പെടാൻ പോയത്? അല്ലുമ്മ, ആ പെട്ടു പോയതാണ് അറിയാതെ. ഞാൻ പറഞ്ഞിരുന്ന ആ കുട്ടിയോട് മാനമര്യാദയിൽ, മോളെ, എനിക്ക് എൻ്റെ വീട്ടിലത്തെ ബുദ്ധിമുട്ടറിയാം എൻ്റെ പെങ്ങൾ ചെയ്തത്. അതുപോലെ ഒരിക്കൽ പോലും തെറ്റായ രീതിയിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നില്ല. നീ നിൻ്റെ ബാപ്പയും ഉമ്മയും പറയുന്നതിനനുസരിച്ച് മാനമര്യാദ രീതിയിൽ നീ ജീവിച്ചോളൂ, വിവാഹത്തിന് സമ്മതിച്ചോളൂ. ഉമ്മ, ആ കുട്ടി അങ്ങനെ അങ്ങ് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. അതാണ് അയാൾക്ക്. ആർക്കെല്ലാം ദേഷ്യം പിടിക്കുകയും ചെയ്യും. അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രക്കും വലുതാക്കി പെറ്റി പ്രസവിച്ച് പോറ്റി വളർത്തി ഉണ്ടാക്കി എല്ലാത്തിനും ആകുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന അവസ്ഥ ഉമ്മ നമ്മൾക്കും അറിയുന്നതല്ലേ. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷേ ആ കുട്ടിയുടെ ബുദ്ധിമോശം കൊണ്ട് എന്തോ പറഞ്ഞു. പക്ഷേ ഉമ്മ, ആ കുട്ടിക്ക് എന്നോട് അത്രക്കും ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും. എന്നാൽ ഉമ്മയുടെ മനസ്സിൽ ചില ചിന്തകൾ. മോനെ, എൻ്റെ കുട്ടീനെ ഈ കോലം കാട്ടിക്കൂട്ടി അല്ലേ? അവർ എന്തിനാ എൻ്റെ കുട്ടീനെ കാട്ടിക്കൂട്ടിയത്? അതെ, നാളെ തന്നെ ഞാൻ പോരുന്നുണ്ട് ആ വീട്ടിക്ക്. ഉമ്മ, എന്തിന്? വേണ്ടുമ്മ. അവൻ വിതുമ്പി കരയുകയായിരുന്നു. പക്ഷേ ഷാഹുലിൻ്റെ കണ്ണുനീർ ഉമ്മക്ക് സഹിച്ചില്ല. ബാപ്പയോട് കാര്യങ്ങൾ പറയണം. ഉമ്മയും വിചാരിച്ചു എന്തായാലും വേണ്ടിയില്ല, ഈ വിവാഹം നടത്തണം. ഉമ്മയുടെ മനസ്സിലും വാശി. എന്നാൽ അവൻ പറഞ്ഞു, ഉമ്മ, അവർ പോട്ടുമ്മ, അതൊന്നും വേണ്ട. മോനെ, എൻ്റെ മോനെ ഈ രീതിയിൽ കാട്ടിക്കൂട്ടണമെങ്കിൽ എൻ്റെ കുട്ടിക്ക് സത്യം പറഞ്ഞാൽ അവളോട് ഇഷ്ടമുണ്ടോ? ഉമ്മ, മനുഷ്യനല്ല ഞാനും. അറിയാതെ ഞാൻ അവരുടെ വീടിൻ്റെ പിറകിൽ എന്ത് സാധനം എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആ കുട്ടി കോളേജ് കഴിഞ്ഞ് വന്ന് അലക്കുന്നുണ്ട്. എന്നും നിക്കാബ് ധരിച്ച് ഞാൻ കണ്ടിട്ട് പോലുള്ളൂ ഉമ്മ. നിക്കാബ് ധരിച്ച് ആണ് കണ്ടിട്ടുള്ളൂ. അത്രക്കും ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. അറിയാതെ ഉമ്മ ഓളെ മുഖത്തേക്ക് ഞാനങ്ങ് നോക്കിപ്പോയി. ഉമ്മ, പത്തര മാറ്റ് സൗന്ദര്യമായിരുന്നു ആ പെണ്ണിന്. പക്ഷേ ഉമ്മ, ഞാൻ ഒരിക്കൽ പോലും പക്ഷെ അറിയാതെ അങ്ങ് എന്ത് ചെയ്യുക? മോനെ, അതൊക്കെ സ്വാഭാവികം തന്നെയല്ലേ. പിന്നെ എൻ്റെ കുട്ടി വിഷമിക്കണ്ട. അല്ലെങ്കിലും വിവാഹപ്രായമായി കഴിഞ്ഞാൽ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടാലും ആണുങ്ങളെ കണ്ടാലൊക്കെ പരസ്പരം ഒരു
റിലേഷൻ തോന്നും. ഇതൊക്കെ ഒരു ഹോർമോണിൻ്റെ വ്യത്യാസങ്ങളാണ്. ഓരോ ഹോർമോണാണ് ഇതൊക്കെ. അതങ്ങനെയൊക്കെയാണ് തോന്നിക്കഴിയുമ്പോഴല്ലേ ഓരോന്ന് തോന്നുക. ഏതായാലും എൻ്റെ കുട്ടി തെറ്റായ രീതിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല ഉമ്മ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അവൾ വിവാഹത്തിന് പെണ്ണ് കാണാൻ വരുന്ന സമയമായിരുന്നു. പക്ഷെ അവൾ, മോനെ എന്താ ഇനി ചെയ്യുക? അല്ല, ആ പെണ്ണിൻ്റെ കല്യാണം ഉറപ്പിച്ചോ? അറിയില്ലുമ്മ, എനിക്കൊന്നും അറിയില്ല. എൻ്റെ കുട്ടി ഉറങ്ങിക്കോളി. ഞാൻ ബാപ്പയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ കേട്ടോ. വേണ്ട വേണ്ട, ഇനി ഉപ്പാനെ കൊണ്ട് വിഷമിപ്പിക്കണ്ട കേട്ടോ. എന്നാൽ ഇതെല്ലാം അതാ വാതിലിൻ്റെ മറകിൽ നിന്നുകൊണ്ട് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, ശരിക്കും അതെല്ലാം കേട്ട് ആ വ്യക്തി ആകെ ദേഷ്യം പിടിക്കുകയാണ്. ഓഹോ, അപ്പം അങ്ങനെയൊക്കെ നമ്മളെ കാര്യം ഇങ്ങനെ, അവൻ്റെ കാര്യം അങ്ങനെ. ആരായിരിക്കും ഉമ്മ പറഞ്ഞതും ഷാഹുൽ പറഞ്ഞതുമെല്ലാം വാതിലിൻ്റെ മറവിലിരുന്നുകൊണ്ട് കേട്ടത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മക്കൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ, മക്കൾക്ക് സ്വാലിഹായ ഇണകളെയൊക്കെ കിട്ടാനൊരു അവസരമാണ് എങ്കിൽ, നല്ലതാണെങ്കിൽ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു പക്ഷേ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതായിരിക്കും. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഒന്നെടുത്തു നോക്കിയാൽ, നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തരുണിമണി ബീവി ഖദീജ റളിയല്ലാഹു അൻഹ മാളിക മുകളിൽ നിന്ന് കണ്ടതാണ്. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഗുണവും നന്മയും, അദ്ദേഹത്തിൻ്റെ നടന്നു പോകുമ്പോൾ ആ മേഘം തണലായിട്ട് കൊടുക്കുന്നത്, ബിസിനസ്സിൽ വളരെയധികം ലാഭവും ഒക്കെ കണ്ടപ്പോഴാണല്ലോ നമ്മുടെ ഖദീജ ബീവി അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയതും ആ ഒരു കാഴ്ച കണ്ടതും. അങ്ങനെയാണ് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം കഴിച്ചത് അല്ലേ. അങ്ങനെ യൂസുഫ് നബി, സുലേഖ ബീവി, അസീസ് രാജാവിൻ്റെ ഭാര്യയായിരുന്നു സുലേഖ ബീവി. പ്രായം ഉള്ളവരായിരുന്നു. യൂസുഫ് നബി സുന്ദരനായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, യൂസുഫിനോട് വല്ലാത്തൊരാഗ്രഹം. ഒടുവിൽ എന്തായി? സുലേഖ ബീവിയുടെ പ്രായം കുറച്ച് കൊടുത്ത് യൂസുഫ് നബിക്ക് ഇണയാക്കി കൊടുത്തു. അതെല്ലാം പടച്ച റബ്ബാണ്. ഹൈറായ ഹലാലായ മാർഗത്തിലുള്ള ഇതുപോലുള്ള ബന്ധങ്ങളൊക്കെ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് നടത്തി കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്നാൽ ഈ ഉമ്മാക്ക് ഒരു വാശി. അതെ, ഏതായാലും എൻ്റെ കുട്ടി ഹിജാബ് ഇട്ട് നടക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണ്. ആ കുട്ടിയെ കണ്ടു എന്നുള്ളത് ശരിയാണ്. കണ്ടപ്പോൾ മനസ്സിൽ ആഗ്രഹം തോന്നി, അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഉമ്മാക്ക് തോന്നി, എന്തുകൊണ്ടായിക്കൂടാ, എൻ്റെ കുട്ടി ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഉമ്മാക്ക് അതായിരുന്നു ആഗ്രഹം. പക്ഷേ അവളുടെ ബാപ്പ ഹാജിയർ അതിന് സമ്മതിക്കുമോ അറിയില്ല. അവർ പറയും, നിങ്ങളുടെ ആ പഴഞ്ചൻ വീട്ടിലേക്ക്, നിങ്ങളുടെ ആ പഴയ ഓടിട്ട വീട്ടിലേക്കൊക്കെ എൻ്റെ മോളെ കെട്ടിക്കാനേ അയക്കണോ എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷമം ഉമ്മാക്കുണ്ട്. പക്ഷെ ഉമ്മയുടെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം, പഠിച്ചോനെ ഹൈറാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഓളെ കൊണ്ടല്ല. ഉമ്മ അതായിരുന്നു ദുആ ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ബാക്കി കാണാം കേട്ടോ. നാളെ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുവാനും ഉംറ ചെയ്യുവാനൊക്കെയുള്ള ഭാഗ്യം നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട കഅബ ഷെരീഫ് ഒന്ന് കാണുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. റൗള ഷെരീഫ് ഒന്ന് കാണുവാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. റബ്ബേ, ഈ ഒരു അറഫാ ദിനത്തിലാണ് റഹ്മാനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ ഒരു പ്രാവശ്യമെങ്കിലും റഹ്മാനെ നിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലെ കഅബ ഷെരീഫ് കാണുവാനും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷെരീഫ് കണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയുവാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട് കേട്ടോ. അവർക്കൊക്കെ റഹ്മാനെ, അവരുടെയൊക്കെ ഹജ്ജ് നീ സ്വീകരിക്കുക റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു സ്ത്രീ, ഖദീജ എന്ന് പേരുള്ള സ്ത്രീ ഒരു പ്രാവശ്യം വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചപ്പോൾ ഭർത്താവിന് ഇഷ്ടമില്ലാതെ ഒഴിവാക്കി. എന്നാൽ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും സങ്കടം എത്രയായിരിക്കും. മറ്റൊരു വിവാഹം കൂടി അവരെ കഴിപ്പിച്ചു. എന്നാൽ അവിടെയും അവർക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. പാവം പെണ്ണ് വീട്ടിൽ വന്നു നിന്നു. ആങ്ങളയുടെയും ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഇടയിൽ
ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. എല്ലാവരോടും നല്ല സ്വഭാവം, പാവം. ഭർത്താവൊക്കെ ഇല്ല, 2 ഭർത്താവും ഒഴിവാക്കി. ഒടുവിൽ അവർക്ക് ഹജ്ജിനും ഉംറയ്ക്കും പോകാൻ വല്ലാത്ത ആഗ്രഹം. കഴിഞ്ഞ വർഷമായിരുന്നു. അങ്ങനെ ആരാരുമില്ലാത്ത ഒടുവിൽ ഉമ്മയും ബാപ്പയും മരണപ്പെട്ടിട്ടോ. പിന്നെ ആങ്ങളുടെ കൂടെയായിരുന്നു നിൽക്കൽ. എന്തൊക്കെ തന്നെയാലും മക്കളുമില്ല, ഉമ്മയില്ല, ബാപ്പയില്ല, ആങ്ങളെയും വൈഫും മക്കളൊക്കെ ആകുമ്പോൾ എന്തൊക്കെ തന്നെയാലും ഒരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ അങ്ങനെ അവരതാ കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധ ഭൂമിയിലേക്കെത്തി. എന്നാൽ ഉംറയെല്ലാം നിർവഹിച്ച് അവർ റൂമിൽ വന്നിരുന്നപ്പോൾ വല്ലാത്തൊരു ക്ഷീണം തോന്നി. ആ നിമിഷം തന്നെ അവർ അള്ളാഹുവിലേക്ക് മടങ്ങി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ആ പുണ്യമാക്കപ്പെട്ട ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യുകയും ചെയ്തു. എന്താലേ ഭാഗ്യം, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണത്. പഠിച്ചവനെ, പുണ്യഭൂമിയിലൊക്കെ മറഞ്ഞു കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ഉമ്മയില്ല, ബാപ്പയില്ല. മരണപ്പെട്ടാലും ഖബറിനടുത്തേക്ക് വരാൻ പോലും ആളില്ലാത്ത അവസ്ഥ. പക്ഷേ ആ സ്ത്രീയുടെ മുഖം എൻ്റെ മനസ്സിലിങ്ങനെ കാണുന്നു. പാവം, മെലിഞ്ഞൊരു പാവ സ്ത്രീയായിരുന്നു. അധികം പ്രായമൊന്നും ആയിട്ടില്ല. എന്താ ചെയ്യുക? ഏതായാലും ആ പരിശുദ്ധമാക്കപ്പെട്ട ഭൂമിയിലാണ് അവർ മറഞ്ഞു കിടക്കുന്നത്. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങൾക്കൊക്കെ അതിന് വല്ലാത്ത ആഗ്രഹമുണ്ടല്ലോ. പഠിച്ചോനെ, ഒരിക്കലെങ്കിലും പുണ്യമാക്കപ്പെട്ട ഭൂമിയിലെത്താനുള്ള ഭാഗ്യം നീ നൽകണം റഹ്മാനെ. മഖബൂലും മബ്രൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മുടെ കഥ കേൾക്കുന്നവരിലെ ഒരുപാട് ആളുകൾ സുഖമില്ലാത്തവരുണ്ട്. അതുപോലെ കാലുകൊണ്ട് സുഖമില്ലാത്തൊരു സബീന താത്ത, നമുക്ക് ഗൾഫിൽ ഖത്തറിലായിരുന്നു, അവരിപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ട്. കാലിനൊക്കെ നല്ല വേദന ഉണ്ട്, മോളെ ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അള്ളാഹുവേ, നമ്മുടെ ഈ ഒരു സ്റ്റോറി കേൾക്കുന്ന അവർക്കും അവരുടെ ഫാമിലിക്കും ഒക്കെ, നമ്മളെ അയൽവാസികൾക്കും ഒക്കെ പഠിച്ചവനെ എന്തൊക്കെ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെങ്കിൽ ഒക്കെ നീ തീർത്ത് കൊടുക്കുക റഹ്മാനെ. ഈ ഒരു പുണ്യമാക്കപ്പെട്ട രാവിൻ്റെ അക്കജായ ബർക്കത്ത് കൊണ്ട് പഠിച്ച റബ്ബേ, ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് വിഷമിക്കുന്നുണ്ട്, വേദന കൊണ്ട് പൊളയുന്നുണ്ട് റഹ്മാനെ. അള്ളാഹുവെ, മക്കളില്ലാത്തവരുണ്ട്, വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാകാത്തവരുണ്ട്, ശരിയാകാത്ത ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്. പഠിച്ചവൻ അവർക്കൊക്കെ നീ ഹൈറായ ഇണകൾ നീ നൽകുക റഹ്മാനെ. അള്ളാഹുവേ, മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ റബ്ബേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞില്ലേ ഒരു വാർത്ത? 19 വയസ്സുകാരിയായ പെൺകുട്ടി പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ അല്ലേ? ആ വാർത്ത കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിട്ടോ. ആ കുട്ടിയുടെ ആ മുഖം ഇങ്ങനെ കണ്ടപ്പോൾ റബ്ബേ, കാരണം ആ കുട്ടി വയറുവേദനയായിട്ട് തലേന്ന് രാത്രി വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. ഡോക്ടർ ചോദിച്ചത്രേ, എന്താ മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു, പരിശോധിക്കാനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പിന്നെന്താ ബാത്റൂമിൽ പോയി പ്രസവിച്ചു എന്നോ? അങ്ങനെ പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞിനെ ജനലിൻ്റെ അപ്പുറത്തേക്ക് ഇട്ടു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് റബ്ബയോ. ഞാൻ ചെയ്ത് പഠിച്ചോനെ, 19 വയസ്സുകാരിയൊക്കെ ഗർഭിണിയായത് അത് തെറ്റായ മാർഗത്തിലൂടെയായിരിക്കും. പഠിച്ച റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. തെറ്റായ ഒരു പ്രവർത്തിക്കും പോകാൻ തോന്നാതിരിക്കട്ടെ റഹ്മാനെ. ആൺമക്കളായാലും പെൺമക്കളായാലും പല രീതിയിലും പലതും ഇപ്പോൾ കേൾക്കുന്നുണ്ട് പഠിച്ചവനെ. എന്നിട്ട് ആ കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രസവിച്ച ഉമ്മക്ക് എങ്ങനെ അത് കഴിഞ്ഞു എന്നപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. എന്നാലും 19 വയസ്സുകാരി 10 മാസം വരെ ഗർഭം ചുമന്നിട്ടും അവരുടെ സ്വന്തം ഉമ്മാക്കൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അതും അത്ഭുതം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം 10 മാസം 9 മാസം എന്നൊക്കെ പറയാൻ തന്നെ വയറെത്തിറങ്ങാനുണ്ടാവും, അതൊന്നും അറിഞ്ഞില്ല. എന്താവും പഠിച്ചവനറിയാം. എന്തൊക്കെ തന്നെ ആ കുഞ്ഞിനെ എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത സങ്കടമായത് പഠിച്ചവനെ. അങ്ങനെയൊക്കെ തെറ്റുകൾ ചെയ്തതും പോരാ, എങ്ങനെയും തെറ്റ് ചെയ്താൽ എന്തായിരിക്കില്ലേ അവസ്ഥ? ഏതായാലും പടച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതുപോലുള്ള വാർത്തകളെ തൊട്ടും നമ്മുടെ കുടുംബത്തിൽ ഒന്നും നമ്മുടെ മക്കൾക്കൊന്നും യാതൊരു രീതിയിലുള്ള തെറ്റുകൾ ചെയ്യാൻ തോന്നിപ്പിക്കല്ലേ അല്ലാ റഹ്മാനെ. നീ കാത്ത് രക്ഷിക്ക റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.